ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇന്ന് ഞാൻ എൻ്റെ ചെടികളെയൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ചെടികളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വരുന്ന ടൈമിലാണ് കേട്ടോ ഈ ഒരു കിളി വന്നിരിക്കുന്നുണ്ടായിരുന്നത്. നമ്മുടെ സിറ്റൗട്ടിൽ ഫാനിൽ അങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കിളി എന്നും വന്ന് ഇതുപോലെ ഇരിക്കാറുണ്ട് കേട്ടോ. നമ്മളെ മനുഷ്യന്മാരെ ഒട്ടും പേടിയില്ലാത്ത ഒരാളാണ് കേട്ടോ. നമ്മളെവിടെ ഉണ്ടോ അവിടെ ഈ ആൾ എത്താറുണ്ട് കേട്ടോ. അപ്പോൾ ഈവനിങ് ടൈമിലാണ് കൂടുതലായിട്ടും ആളുണ്ടാവാറ്, അതുപോലെ മോർണിംഗ് ടൈമിൽ കേട്ടോ എന്നും വരാറുണ്ട് കേട്ടോ ആൾ. അപ്പോൾ എന്തായാലും ഇന്ന് സിറ്റ് ഔട്ടിൽ ഫാനിൻ്റെ മുകളിൽ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെടികളുടെ ഇടയിൽ പണി ചെയ്യുമ്പോഴും അതിൻ്റെ ഇടയിലും വന്നിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇന്നാൾ. അപ്പോൾ കുഞ്ഞാവിയും കുഞ്ഞുണ്ണിയും ഇതിനെ കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടുത്തേക്ക് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ആരെയും പേടിയില്ല കേട്ടോ. നമ്മളെവിടെ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തങ്ങ് വന്ന് നിൽക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ചെടികളൊക്കെ താഴേക്ക് അങ്ങ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും എൻ്റെ ചെടികളെയൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ കുറച്ച് ചെടികളൊക്കെ 2 ദിവസം മുന്നേ റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും വിചാരിച്ചു റീഅറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്ന ചെടികളൊക്കെ ഇപ്പോൾ താഴത്തേക്ക് ഇറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ പണികളും കാര്യങ്ങളൊന്നും ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ ഉള്ള ചെടികളൊക്കെ ഒന്ന് താഴത്തേക്ക് ഇറക്കി വെച്ച് അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിക്ക് ചെടികൾ വയ്ക്കാം, അടുക്കി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ എന്തായാലും നമ്മുടെ ചെടിത്തോട്ടത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത്രയും ചെടികളെ ഞാൻ താഴത്തേക്ക് അങ്ങ് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആ കുഞ്ഞിക്കിളി വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഈ ഒരു കിളിക്ക് ആളുകളെ ഒന്നും പേടിയില്ല കേട്ടോ. ഇത് നമ്മുടെ അടുത്ത് എന്നും വരാറുണ്ട് കേട്ടോ. വീട്ടിൽ രാവിലെയും വരാറുണ്ട്, അതുപോലെ ഈവനിങ് ടൈമിലും വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ വന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ആ താഴത്തെ തട്ടിലുള്ള ചെടികളെല്ലാം തന്നെ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉള്ള ആ ഒരു മണ്ണും കാര്യങ്ങളൊക്കെ ചൂല് വെച്ചിട്ടൊന്ന് തട്ടി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അവിടെ കുറച്ച് ഈ ഇലയൊക്കെ ഇതുപോലെ വാടിയിട്ട് കൊഴിഞ്ഞിട്ടുള്ള ഇലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂല് വെച്ചിട്ട് അടിച്ചു വാരി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവിടെ അടുക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. ചെടികളോട് ഇഷ്ടമുള്ളവർക്ക് എപ്പോഴും ചെടിയുടെ ഇടയിൽ കൂടെ കടന്നിട്ട് എന്ത് പണി ചെയ്യാനും നല്ല ഇഷ്ടമായിരിക്കും അല്ലേ. മറ്റുള്ള പണികൾ ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിലും ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് എന്തെങ്കിലും 2 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മനസ്സിനൊരു സുഖമാണല്ലേ ഉണ്ടാവാറുള്ളത്. ഒന്നില്ലെങ്കിൽ വാടി നിൽക്കുന്ന ഇലകളൊന്ന് പറിച്ച് കളയുക, അല്ലെങ്കിൽ താഴെയുള്ള പുല്ലുകളൊക്കെ ഒന്ന് പറിച്ച് കളയുക, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിനൊരു സുഖം കിട്ടാറുണ്ട് അല്ലേ. അപ്പോൾ എനിക്ക് ചെടികളുടെ ഇടയിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വെയ്യായ ഉണ്ടെങ്കിലും ഞാനതങ്ങ് മറക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ താഴെയുള്ള പുല്ലും കാര്യങ്ങളും അതുപോലെ വാടി നിൽക്കുന്ന ഇലകളൊക്കെ ഓൾറെഡി പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ആ ഒരു ചട്ടിയിൽ കണ്ടതൊക്കെ ഒന്ന് പറിച്ച് കളയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം പറിച്ച് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞാവിയും കുഞ്ഞുണ്ണി അവിടെ റോട്ടിൽ മണ്ണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ഈവനിങ് ടൈമിലാണ് ഞാനൊന്ന് പുറത്തിറക്കുന്ന ടൈം കേട്ടോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവരെ ഞാൻ പുറത്തിറക്കിയിട്ട് കളിക്കാൻ വിടാറില്ല കേട്ടോ. ഈ ഒരു ഈവനിങ് ആ ടൈം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 പേരും മുറ്റത്തേക്ക് ഇറങ്ങും, പിന്നെ റോട്ടിൽ മണ്ണിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. പിന്നെ അതിനുശേഷം പിന്നെ 2 പേരേനും മേലൊക്കെ കഴുകിച്ചിട്ടാണ് ഉള്ളിൽ കയറ്റാറുള്ളൂ. അപ്പോൾ 2 പേർക്കും ആ ഒരു കളി ടൈമാണ് കേട്ടോ. അപ്പോൾ അവർ 2 പേരും അവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഫ്രണ്ടിൽ തന്നെ ചെടികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു ഓർഡർ ആക്കിയിട്ട് ചെറിയ ചെറിയ ചട്ടികൾ താഴെ ആക്കിയിട്ടും വലിയ വലിയ ചട്ടികൾ മുകളിലാക്കിയിട്ടുമാണ് കേട്ടോ ഞാനിപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ കൂടുതലായിട്ടുള്ള ചെടികൾ എന്ന് പറയുന്നത് ഷെയ്ഡ്സിൽ വളരുന്നതാണ് കേട്ടോ. അതായത് വെയിൽ ഒട്ടും തന്നെ പറ്റാത്ത ചെടികളാണ് കൂടുതലായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വേനലിൽ ഒരുപാട് ചെടികൾ നശിച്ചു പോയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഫ്രണ്ട് ഏരിയയിലേക്കായിട്ട് നല്ല രീതിക്ക് വെയിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വെയിലിൽ ഒരുപാട് ചെടികൾ നശിച്ചു പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഷെയ്ഡ്സ് ആയിട്ടുള്ള സ്ഥലവും ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിൽ താങ്ങാൻ പറ്റാത്ത ചെടികളൊക്കെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ചെടിയോടുള്ള ആ ഒരു ഇഷ്ടം അങ്ങ് കുറഞ്ഞ പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെടികൾ ഇങ്ങനെ പോകുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മഴക്കാലമൊക്കെ അല്ലേ, ഇപ്പം ഇനി അങ്ങോട്ട് മഴ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് മഴ ഇല്ലാത്ത ദിവസം നോക്കിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് ചെയ്തത്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ അങ്ങനെയാണ് അടുക്കി വെച്ചിട്ടുള്ളത്. അതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഒരു സൈഡിലോട്ടും കൂടെ കുറച്ച് ചെടികളും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു സൈഡിലും കൂടിയും ബാക്കിയുള്ള ചെടികളും കൂടിയും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചെറിയ ചെറിയ ഐസ്ക്രീം പോട്ടുകളിലും അങ്ങനെയുള്ള പോട്ടുകളിലൊക്കെ ഞാൻ ആക്കിയിട്ടുള്ള, അതുപോലെ പെയിൻറ്റിൻ്റെ പോട്ടുകളിലൊക്കെ ആക്കിയിട്ടുള്ള ചെടികൾ ഈ സൈഡിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ സിങ്കോണിയത്തിൻ്റെ വെറൈറ്റീസാണ് ഇപ്പം ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം എന്തായാലും കുഞ്ഞാവിയും കുഞ്ഞുണ്ണിയും അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ആ ഒരു ടൈമിൽ ഇത് ചെയ്യുമ്പോൾ അവർ വന്ന് ഡിസ്റ്റർബ് ചെയ്യുകയും ചെയ്യില്ല. അവിടെ മണ്ണിൽ കളിക്കുകയാണല്ലോ, അതുകൊണ്ട് മണ്ണിൻ്റെ ഇടയിൽ നിന്ന് അവർ നെയ്റ്റ് വരത്തില്ല കേട്ടോ. അപ്പോൾ അത് മണ്ണും വെള്ളവും കണ്ടു കഴിഞ്ഞാൽ പിന്നെ പിള്ളേർക്ക് അത് മാത്രം മതി കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്താലും അവർക്കൊരു വിഷയവും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ചെടികളൊക്കെ ഒന്ന് അടുക്കി ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇനി മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെടികളുടെ ഇടയിലേക്ക് അങ്ങനെ ഇറങ്ങി ഒതുക്കി അടുക്കി പെറുക്കി വെക്കാനൊന്നും നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ വെള്ളം ഒരുപാട് താങ്ങാൻ പറ്റാത്ത ചെടികളൊക്കെ ഉണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള ചെടികളെയൊക്കെ എന്തായാലും വീടിൻ്റെ സൈഡിലോട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഇങ്ങനെ മഴ നനയുന്ന സ്ഥലത്ത് തന്നെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചെടികളൊക്കെ അടുക്കി ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ചെടികളും ഇതുപോലെ നിൽക്കണം എന്നൊന്നുമില്ല കേട്ടോ. അതുപോലെ മഴയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കുകയൊക്കെ ചെയ്യും. ഇപ്പം ഞാൻ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാ വീടിൻ്റെ സൈഡിൽ കൂടെ ഇതുപോലെ ഈ ഒരു അഗ്ലോണിമയുടെ വെറൈറ്റീസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ എല്ലാ ചെടികളും ഞാനിപ്പോൾ അടുക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു അറേഞ്ച്മെൻറ്റ് വീഡിയോ ഇതൊക്കെയാണ് കേട്ടുള്ളത്. അപ്പോൾ ഇതാ മോൾ ഭാഗത്ത് ഇതുപോലെ വലിയ വലിയ ചട്ടികൾ വെച്ച് കൊടുത്തു. അതുപോലെ ഈ ഒരു ചെടിക്കൊക്കെ കോളിയസ് പ്ലാന്റിനൊക്കെ നന്നായിട്ട് വെയിൽ വേണ്ട ചെടിയാണ്. അപ്പോൾ അതിനെയൊക്കെ ഞാനിത് മുകളിലാക്കിയിട്ട് തന്നെ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ചെടികളൊക്കെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ വലിയ ചട്ടികളിലുള്ളതൊക്കെ മോൾ ഭാഗത്ത് വെച്ച് കൊടുത്തു. താഴത്തെ ഭാഗത്ത് ചെറിയ ചെറിയ ചട്ടികളുമാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചെടികളോട് ഒരുപാട് ഇഷ്ടമുള്ള ആളുകൾക്ക് ഇതിൻ്റെ പിറകെ നടക്കൽ തന്നെയാവും പണി ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ തന്നെയാണ്. എനിക്ക് ചെടികൾ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എവിടുന്ന് ചെടി കിട്ടിയാലും ഏതൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ട് അവിടുന്ന് ചെടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഓരോ പീസ് ഞാൻ ചോദിച്ച് വാങ്ങിച്ചിട്ട് അങ്ങ് കട്ട് ചെയ്ത് കൊണ്ടുവരും കേട്ടോ. അതെങ്ങാനും കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിടിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ പോവാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ എൻ്റെ എല്ലാ ചെടികളും അടുക്കി ഒതുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇനി ഞാൻ മാറ്റി മറിച്ചും വയ്ക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ മഴയത്ത് എന്താണ് എങ്ങനെയായിരിക്കും മഴ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ട് എന്തായാലും മഴയായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി റീഅറേഞ്ച് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പം ഞാൻ അടുക്കി പെറുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ.